ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ചില വിധികക്ഷികൾ സംഘടനകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് രാജഭരണം ഇസ്ലാമിന് വിരുദ്ധമാണെന്ന്. അങ്ങനെ അവർ സൗദി ഭരണാധികാരികളെ വിമർശിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അവർ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും വിമർശിക്കുന്നു. കാരണം മുആവിയ റളിയല്ലാഹു അൻഹു ശേഷം ഭരണാധികാരിയായത് യസീദാണല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. ആദ്യത്തെ നാവികപ്പട സ്വർഗത്തിലായെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ആദ്യത്തെ നാവികപ്പട സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ ആദ്യത്തെ നാവികപ്പടയെ നയിച്ചത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഒരു സഹാബിയും ആക്ഷേപിക്കരുത് എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിമർശിക്കുന്നവർക്ക് ഇന്നത്തെ മുസ്ലിം ഭരണാധികാരികളെ വിമർശിക്കാൻ ഒരു ഭയവും ഉണ്ടാവില്ലല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ ഖുർആനും സുന്നത്തും പരിശോധിച്ചാൽ രാജഭരണം ഇസ്ലാമിന് വിരുദ്ധമാണെന്ന് യാതൊരു തെളിവും കാണുകയില്ല. അത് ഇസ്ലാമിലുള്ളത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസുണ്ട്. നുബുവത്തിന് ശേഷം ഖിലാഫത്ത് എന്ന് പറഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഭാവിയിൽ രാജഭരണം വരും എന്ന്. ഈ ഹദീസ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല രാജഭരണം തിന്മയാണ് എന്ന്. ബന്ധുത്വത്തിലൂടെയോ കുടുംബ പരമ്പരയിലൂടെയോ അധികാരം വരുന്നത് അനുവദനീയമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു രാജാവും പ്രവാചകനുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് രാജത്വവും അധികാരവും നൽകി. അദ്ദേഹത്തിന് ശേഷം വന്ന പ്രവാചകനും രാജാവായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. ബാറക്കല്ലാഹു ഫീക്കും. അദ്ദേഹവും അധികാരമുള്ള ഒരു രാജാവായിരുന്നു, പ്രവാചകനായിരുന്നു. അപ്പോൾ പിതാവിന് ശേഷം മകൻ അധികാരത്തിൽ വന്നു. അഥവാ കുടുംബ ബന്ധത്തിലൂടെയുള്ള ഭരണാവകാശം ഇവിടെ സംഭവിച്ചു. അപ്പോൾ ബാറക്കല്ലാഹു ഫീക്കും ഖുർആനിൽ നിന്ന് തന്നെ തെളിവ്, ഹദീസിൽ നിന്ന് തെളിവ്, രാജഭരണം ഇസ്ലാമിന് വിരുദ്ധമല്ല. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ ഒരു മഹാനായ ഒരു ഭരണാധികാരിയായിട്ടാണ് അള്ളാഹു ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, നമ്മൾ പഠിക്കണം. നമ്മൾ ഇൽമുണ്ടായിട്ടേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. നമ്മൾ വിജ്ഞാനം സംസാരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നാളെ പരലോകത്ത് അത് നഷ്ടത്തിന് കാരണമാവും. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളൊരു സഹാബിയെ വിമർശിക്കുക, മുസ്ലിം ഭരണാധികാരികളെ വിമർശിക്കുക, തൗഹീദും സുന്നത്തുമുള്ള മുസ്ലിം ഭരണാധികാരികളെ വിമർശിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.